അപ്പോൾ നമ്മൾ സേലത്ത് റൂമിൽ നമ്മൾ ചെക്കൗട്ട് ചെയ്യണം. കാരണം ഇതിപ്പോൾ സമയം ഒരുപാടായി. നമ്മൾ ഒരുപാട് നേരത്തെ ഒരു 7:30 പോകണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ 8:30 ചെക്കൗട്ട് ചെയ്യാൻ വേണം. അപ്പം കാർഡ് കൊടുത്ത് ചെക്കൗട്ട് ചെയ്തിട്ട് പോലെ. ഓക്കെ. അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഡ്രസ്സുകളൊക്കെ വണ്ടിയിലേക്ക് കയറ്റിയാണ്. 2 വണ്ടിയിലേക്ക് ആയിട്ട് നമ്മൾ പാക്ക് ചെയ്തു. നമ്മൾ നേരെ സേലത്ത് നിന്നും അനന്തപൂർക്കുള്ള യാത്രയാണ്. എന്തായാലും ഇനിയുള്ള കാഴ്ചകൾ ആ യാത്രയുടെ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഓക്കെ. രണ്ടാം ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് ചെറുത് ഒരുപാട് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഹോട്ടലിന്റെ ഫ്രണ്ടിലേക്കാണ്. ഞങ്ങൾ ഇനി അനന്തപൂരിലേക്കാണ് പോണത്. വൈകിട്ട് അനന്തപൂരിലേക്ക് എത്തും. അതിനിടയ്ക്ക് ഉള്ള കാഴ്ചകളൊക്കെ കണ്ടുപോകാനാണ് തീരുമാനിച്ചേക്കുന്നത്. കണ്ടതേ ഇതാണ് നമ്മുടെ കാറ്റാടിയുടെ ഓരോ ലീഫാണത്. എന്താ ഓരോ ലീഫ് കാറ്റാടറ ലീഫിന്റെ ലെങ്ത് നോക്കി എത്ര മീറ്റർ ഉണ്ടാകുന്നത്. ഒരു ലീഫിന്റെ കണക്ക് തന്നെ ഏകദേശം ഒരു 75 മീറ്റർ 80 മീറ്റർ നീളം ഉണ്ടാക്കിയിരുന്നത്. ഈ സാധനമാണ് കണക്ട് ചെയ്തിട്ട് കറണ്ട് ഉത്പാദിപ്പിക്കണം. എന്താ സമ്മതിക്കണോട്ടെ. ഈ സ്വാമിമാരൊക്കെ നടന്ന് ശബരിമലയിൽ എത്തണമെന്ന് പറയുമ്പോൾ എത്ര ദിവസം അവർ നടക്കുന്നുണ്ട്. ചെരുപ്പ് പോലും നഗ്നപാതമായിട്ടാണ് നടക്കുന്നത്. അതാണ് സ്വാമിയാർ. ഭയങ്കര സംഭവമാണ് ഇതല്ല. ഇതിപ്പോ നമ്മള് ഈ പറഞ്ഞോട്ട് കർണാടകയിൽ നിന്നല്ലേ കാണണ്ടേ. പക്ഷെ ഇനിയിപ്പോ കാണാൻ പോണത് ഇതൊന്നുമില്ല. കാണാൻ പോണത് നമ്മള് ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ നടന്നവനാണ്. ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ സ്വാമിയാർ. ഞങ്ങൾ ഹൊക്കനക്കലിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ സേലത്തു നിന്ന് ഒരുപാട് മണിക്കൂറുകളോളം ഓടിയതിന് ശേഷമാണ് ഞങ്ങളൊരു ഹൊക്കനക്കലിലേക്കുള്ളൊരു ഇടറോട്ടിൽ കയറിയ സമയത്താണ് നമ്മൾ ഈ പൂന്തോട്ടം കണ്ടത്. ഗംഭീര
മനോഹരമായിട്ടുള്ള പൂന്തോട്ടമാണ്. ഭയങ്കര രസകരമാണ് കാണാൻ. നല്ല മഞ്ഞത്തൊക്കെ ചേർന്ന് ജമന്തിപ്പൂ അടിപൊളിയായിട്ട് നല്ല രസമാണ്. ഞങ്ങളിവിടെ കയറി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു, ഫാമിലീസൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഒരു ചേഞ്ചാണ്. കാരണം കുറച്ച് നമ്മൾ ഈ ഇട റോട്ടിൽ കൂടിയൊക്കെ വരുമ്പോഴേ ഇതേപോലുള്ള കൃഷികളും കാര്യങ്ങളൊക്കെ പൂവിൻ്റെ കൃഷികളൊക്കെ കാണുള്ളൂ. ഹൈവേ കൂടി പോയാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും ഞങ്ങൾക്ക് കണ്ണ് നിറയെ ആസ്വദിച്ച് കാണാൻ പറ്റിയ ഒരു പൂന്തോട്ടമാണ്. അടിപൊളിയാണ്. അവിടെ ആ ചേച്ചിമാരൊക്കെ അവിടെ അത് വർക്ക് ചെയ്യുന്നതാണ്. അവിടെ നനക്കൽ പിടിക്കലൊക്കെ ഉണ്ട്. എന്തായാലും നല്ല രസകരമായ ഒരു കാഴ്ച കാണാൻ പറ്റിയത് വളരെ സന്തോഷം. ദേ വരുന്നു അടുത്ത പൂന്തോട്ടം. ആഹാ, അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ, ഒന്നും പറയാനില്ല. മറ്റേതേ ശരിക്കും ഒരു പ്ലാസ്റ്റിക് ഇതങ്ങനെയല്ല, ഇതവര് താഴ്ത്ത് കെട്ടേക്കണേന്. മറ്റേ നല്ല ഇതൊക്കെ ഒരു കാഴ്ച തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പത്തെ തക്കാളി കൃഷി കരിമ്പും തക്കാളി എടുക്കണം. തക്കാളി കൃഷികൾ ഒരുപാടുണ്ട്. ദേവന് പൂന്തോട്ടം ദേവന് അടുത്ത പൂന്തോട്ടം അടിപൊളി. ആഹാ, അത് കണ്ട, ഇതെന്താണത്? ഇത് കണ്ട, ഇത് നോക്കിയത് എന്താണത്? ഇതല്ല, ഇത് അപ്പുറം കണ്ടില്ലേ? ഇതെടുത്ത് ഈ റൂട്ട് മൊത്തം പൂക്കളാണ്ടാ. ഈ റൂട്ട് മൊത്തം പൂക്കളാണ്. ഇതുപോലെ സീസൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇത് സീസണാണ്. ഇത് കണ്ട, മഞ്ഞപ്പൂ കണ്ട. റൈറ്റ് സൈഡിൽ കണ്ട, റൈറ്റ് സൈഡിലുണ്ട്. പൊന്നേ, തോട്ടം. ഈ വീഡിയോസ് ഫുള്ള് കിട്ടാവുന്നിടത്തോളം കിട്ടാം. അടുത്ത പൂത്തോട്ടം അട്ടിപ്പനാണ്ടാ. പൊളിയാണ്. പൊളിത്തോട്ടമാണ്. അപ്പുറം കിടപ്പുണ്ട്. ഈശ്വര, എന്ത് രസകരമാണ്. ഇവിടെ ഈ സീസണാണ്ടാ, പൂവിന്റെ പൂക്കൃഷിയുടെ സീസണാണ്. വൈറ്റ് ഉണ്ട്. നമ്മള് ഇതേപോലത്തെ കാഴ്ചകളെ കാണുമ്പോ നിർത്തിയില്ലെങ്കിണ്ടല്ല. അതേണ്ട ഇതിന്റെ കാറ്റിനുണ്ടാവും. നോക്കി അടുത്ത പൂന്തോട്ടം. വീണ്ടും ഒക്കനക്കലിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അരമണിക്കൂറിനുള്ളിൽ എത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹൊക്കനക്കലെത്തി വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ വണ്ടിയുടെ 2 വണ്ടിക്ക് കൂടി 100 രൂപയാണ് പാർക്കിംഗ് ഫീ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഹൊക്കനക്കൽ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ ധർമ്മപുരി ജില്ലയിലാണ് ഈ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഇത് കർണാടക സംസ്ഥാനത്തിൻ്റെ അതിർത്തിയും കൂടി പങ്കിടുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തൊട്ടടുത്ത് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനം കർണാടക. നമ്മളിപ്പോൾ അതിൻ്റെ ഗേറ്റും ഗേറ്റിംഗ് എൻട്രൻസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. വെള്ളച്ചാട്ടം നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് പരിപാടി എന്നറിയില്ല. നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഒരു വഞ്ചിക്ക് 1500 പാസ് എടുക്കും. ഒരു വഞ്ചിക്ക് 1500 രൂപ. എത്ര പേര്? എത്ര ആള്? 4 പേർക്ക് 1500 പാസ്. நாம எல்லாம் கரங்கி எல்லாம் சில கணிச்சு கொண்டு வரணும். அது 1000 ரூபா. ஃபுல்லாக எல்லாம் ஒரு 3 கிலோமீட்டர் வரும். 3 கிலோமீட்டர் கரங்கி கொண்டு வரணும். எல்லாரும் கரங்கி 3 கிலோமീറ്റർ. അതെ, വെള്ളച്ചാട്ടം മാത്രം കാണുന്ന വെള്ളച്ചാട്ടം 1500 രൂപ. 1500 രൂപ വെള്ളച്ചാട്ടം മാത്രം കണ്ടുവരാം. 4 പേർക്ക് 1500 രൂപ. 4 പേർക്ക് 1500 വേണം. എല്ലാം കറങ്ങി വരണം. എല്ലാ സ്ഥലം കളിച്ച് കണ്ടുവരണം. 8 പേരുണ്ടല്ലോ, നമുക്ക് 2 വഞ്ചി എടുക്കും. 2 വഞ്ചി എടുക്കാം. പിപ്പീസിന് നമ്മൾ ഒരു എന്താണ് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് നിർത്തിയൊക്കെയാണ്. അപ്പോൾ ഞാനും ഒരു ലൈഫ് ജാക്കറ്റ് ഇടാൻ പോവുകയാണ്. കണക്കിൽ വന്നു ലൈഫ് ജാക്കറ്റ് ഇടയാണ്. ഇട്ടു. അടുത്തത് ഞാനും ഇട്ടു. നാല് പേര് നമ്മുടെ അപ്പൂസും കയറും. പേടിക്കൊന്നും വേണ്ട. അവിടെ ഇരുന്നു. നെക്സ്റ്റ് ബോട്ടാണ്. നെക്സ്റ്റ് ഓക്കെ ചേട്ടാ. ബൈ ചേട്ടാ. ഒരു ടാറ്റ നോക്കണ്ട. ഒരു 1/4 മണിക്കൂറായിരിക്കുള്ളൂ ഈ യാത്ര. എന്തായാലും ബോട്ട് പോയാണ്. പൊളിയാണ്. നമ്മുടെ ബോട്ട് കാണാനില്ല. ബോട്ട് എവിടെ നമ്മുടെ? എന്തായാലും ഇതാണ് ബോട്ടിൻ്റെ സഞ്ചാരപാത. നമ്മുടെ ബോട്ട് വരുന്നുണ്ട്. നമുക്കുള്ള ബോട്ട് വരുന്നുണ്ട്. ഇത് നമ്മുടെ ബോട്ടായിട്ട് നീ വരുന്നത് ഇല്ലേ? ഒരെണ്ണം ആ ചേട്ടൻ നമ്മുടെ ബോട്ടായിട്ടാണ് വരുന്നത്. ഈ ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ബോട്ട് കയറ് ഓരോരുത്തർ കയറ്. കൊട്ടയാണ് കേട്ടോ. അത് കൊട്ട ബോട്ടാണ്. ശരിക്കും നമ്മളൊക്കെ വലിയ വള്ളത്തിലൊക്കെ കയറിയിരുന്ന യാത്ര ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ നമുക്ക് ഈ കൊട്ടയിലിരിക്കുമ്പോൾ ഒരു പേടി ഒക്കെ ഉണ്ടാവും. പിടിച്ചോ ശരിയായി. പിപ്പിയും കയറി. ഇനി ഞാൻ കയറണം. അവിടെ ഇരുന്നോ ഇപ്പി. അങ്ങോട്ട് നിങ്ങളുടെ പോഷൻ പൊങ്ങിക്കണം. ഞാനിരിക്കുന്ന പോഷൻ ഇപ്പൊ കുഴപ്പമില്ല. നമ്മുടെ ബോട്ട് ജെട്ടിയിൽ നിന്ന് ബോട്ടായിട്ട് ഇറങ്ങി കേട്ടോ. ഇതാണ് നമ്മുടെ ബോട്ട് ജെട്ടി. ആ ബോട്ട് ജെട്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ചേട്ടനാണ് അത് തുഴയണത്.
ഇപ്പിക്ക് എന്താ പറയണ്ട, എന്താ അനുഭവം? ഒരു പുതിയൊരു അനുഭവമാണ്. നമ്മൾ കയറിയേക്കണ ബോട്ട് ഇതല്ലല്ലോ, മരത്തിൻ്റെ ബോട്ടല്ലേ. പക്ഷെ ഇത് മരമല്ല, ഒരു ഷീറ്റുണ്ട്. ലീക്കാവുമെന്നറിയില്ല. ലീക്കായി കഴിഞ്ഞാൽ അണ്ടർവെയർ വരെ തന്നെ. അതാണ് കണ്ടീഷൻ. നമ്മുടെ ശ്രുതി ഇവിടെ നിൽപ്പട്ടാ. ശ്രുതി ഇപ്പണ്ട്. എന്തായാലും നമുക്ക് ആ വെള്ളച്ചാട്ടം മല കണ്ട, മല ഒരു മല. ഇതിൽ ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ കൊട്ടയിലുള്ള ഒരു യാത്ര നടക്കുന്നത്. നമുക്ക് 4 പേരാണ് കേട്ടോ. ഒന്ന് നമ്മുടെ ഉണ്ണിമോനുണ്ട്, ശ്രുതിയുണ്ട്, പിപ്പിയുണ്ട്. ജീവനുണ്ട്, ജീവനുണ്ട്. ശരിക്കും പറഞ്ഞാൽ അടിപൊളി. നല്ല വെള്ളം ഒഴുക്കാണ്. വെള്ളം അവിടെ നിന്നാണ് വരുന്നത്, വെള്ളം വരുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു വല്ലാത്തൊരു അനുഭവമാണ്. നമ്മൾ സാധാരണ മരത്തിൻ്റെ ബോട്ടിലും പിന്നെ ഇരുമ്പിൻ്റെ ബോട്ടിലൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. ആദ്യമായിട്ടാണ്. എന്താണ് അവരുടെ ഇതായിരുന്നു കഴിഞ്ഞ അവരുടെ? അയ്യോ ചേട്ടാ കറക്കണ്ട കേട്ടോ, കറക്കണ്ട. കറിക്കൊണ്ടിരിക്കുന്നത് കണ്ണടച്ചിരുന്നോ? പയ്യെ മാറ്റാൻ പറ്റും. ഇത്ര നേരം നമ്മൾ ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ് കണ്ടത്. ഇനി നമുക്ക് വലിയ വെള്ളച്ചാട്ടം കാണണം. ആ വലിയ വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കുറേ ദൂരെ നോക്കിയേ, കുറേ ദൂരെ അവിടെ ഒരു ബോട്ടിംഗ് ഉണ്ട്. ഇതേപോലെ തന്നെ ഒരു ബോട്ടിംഗ്. ഇത് ആ കാണുന്നത് നമ്മുടെ ആ വൈറ്റായിട്ട് കാണുന്ന വെള്ളമാണ് കേട്ടോ. നമ്മുടെ ഇവിടുന്ന് വെള്ളം ചാടി ഒഴുകി പോകുന്ന ഒരു നദിയാണത്. അതിലൊക്കെ ബോട്ടിംഗ് ഉണ്ട്. വാ നല്ല രസമുണ്ട്. വാ உள்ள போயிட்டு லாஸ்ட் அந்த மணல் இருக்குல்ல, அங்கே பாரு, அங்கே தலை காணிக்கல, அது முடி காணிச்சு கொண்டு வரும். யாரு சொன்னா சரி അല്ല. ഇതല്ലാണ്ട് വേറെ വെള്ളച്ചാട്ടമില്ല. ഇതല്ല, ഇത്രല്ല. കൊക്കനക്കൽ വെള്ളച്ചാട്ടം. അതിൽ വെള്ളം ഒഴുകി വരുന്നതാണ്. ഇപ്പോൾ വെള്ളം കുറവാണ് കേട്ടോ. മഴക്കാലമാണെങ്കിൽ നല്ല വെള്ളച്ചാട്ടം ഉണ്ടാവും. ഇത് മഴക്കാലമില്ല. പക്ഷേ ഇതിൽ കണ്ട, ഇതിൽ നമ്മളിപ്പോൾ 1500 കൊടുത്തിട്ട് നമ്മൾ ഇക്കരെ കടന്നു ഒരു ബോട്ടിന്, ചെറിയ ബോട്ടിന്. അതൊരു 100 മീറ്റർ തുഴഞ്ഞിട്ടാണ് അവർ നമ്മളെ ഇക്കരാക്കിയത്. എന്നിട്ട് പിന്നെ നമ്മൾ നടന്ന് പാറക്കെട്ടിലൂടെ വന്നിട്ടാണ്
ഈ കാഴ്ച കാണുന്നത്, ഈ വെള്ളം ചാടുന്ന കാഴ്ച കാണുന്നത്. പക്ഷെ ഇവർ പറയുന്ന വേറൊരു കാര്യമുണ്ട് കേട്ടോ. 3000 രൂപ 2500 രൂപ 4 പേർക്ക്. ഇപ്പം നമ്മൾ 1500 രൂപ 4 പേർക്ക് ഒരു കൊട്ടയിൽ കയറിയിട്ട് 100 മീറ്റർ നമ്മൾ വെള്ളത്തിൽ കൂടി ആ കൊട്ടവഞ്ചി തവളഞ്ഞ് നമ്മൾ ഇക്കരെ കടത്തിയിട്ട് ആ പാറക്കെട്ടിലൂടെ നടന്നാണ് നമ്മൾ ഈ ലൊക്കേഷനിൽ എത്തിയേക്കണം. ലൊക്കേഷൻ അധികം നടക്കാനൊന്നുമില്ല, ഒരു 150 മീറ്ററൊക്കെ നടന്നു കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. പക്ഷേ സംഭവം എന്താണെന്നറിയാമോ, 4 പേർക്ക് 1500 കൊടുത്തിട്ടാണ് നമ്മൾ ആ കൊട്ടയിൽ കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ ഇപ്പോൾ എത്തിയേക്കണത് ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട്. പക്ഷെ അവർ പറയുന്നത് 2500 രൂപ 4 പേർക്ക് ഒരു കൊട്ടയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അവർ ഈ പാറ കണ്ടില്ല, ഇപ്പോൾ കണ്ടില്ല, ആ പാറയിൽ നിന്ന് വെള്ളം ഒഴുകുന്നുണ്ടോ, ആ വെള്ളം ഒഴുകുന്ന ആ താഴേൽ ആ വെള്ളത്തിൽ നമ്മൾ ഈ കൊട്ടവഞ്ചി കൊണ്ടുപോയി നിർത്തിയിട്ട് നമ്മളെ കുളിപ്പിച്ച് അവർ അവിടെ നിന്ന് തുഴഞ്ഞ് വിട്ട് ഏകദേശം ഒരു 3 കിലോമീറ്ററോളം തുഴഞ്ഞ് അവരൊരു ഇങ്ങനെ ഒഴുകിപ്പോകുന്ന വെള്ളത്തിൽ കൂടി തന്നെ തുഴഞ്ഞ് അവർ അടുത്ത നദിയിലേക്ക് എത്തിക്കും കേട്ടോ. ഒഴുകിപ്പോകുന്ന ഒരു നദിയിലേക്ക് എത്തിക്കും. അവിടെ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളേതായാലും പോകുന്നില്ല, കാരണം നമ്മൾ യാത്ര ചെയ്യാൻ വന്നത് ഹൈദരാബാദിലേക്കാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. ഇതേപോലെ നനഞ്ഞു പോകാൻ നമുക്ക് പറ്റുകയുമില്ല. നമ്മൾ 8 പേരുണ്ട് ഫാമിലീസ്. അപ്പോൾ എന്തായാലും കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അവർ ആ വഞ്ചിയായിട്ട് കണ്ടേ, വഞ്ചിയായിട്ട് അതിൻ്റെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ പക്കിനെ അവർ ശരിക്കും നനഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. വെള്ളം ചാടി വരുന്നതൊക്കെ കറക്റ്റായിട്ട് അവർക്ക് കിട്ടുന്നുമുണ്ട്. അവർ കുളിച്ചാണ് നിൽക്കണത്. അതേപോലെ തന്നെ അപ്പുറത്തും ആ വഞ്ചി അതേപോലെ കടന്നു പോകുന്നതാണ്ട, വെള്ളം ഒഴുകി വരുന്നതാണ്ട, ഭയങ്കര വെള്ളച്ചാട്ടം കേട്ടോ. പക്ഷേ ഈ സമയത്ത് മഴ കുറവായിട്ടിങ്ങനെ. അപ്പോൾ ഈ നല്ല മഴയുണ്ടെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും അല്ലേ, പൊരിഞ്ഞ വെള്ളച്ചാട്ടം ആയിരിക്കുമല്ലോ. എന്തായാലും സംഭവം കൊള്ളാം. ആ വെള്ളച്ചാട്ടത്തിലൊക്കെ ഞങ്ങൾ വന്നിങ്ങനെ നിൽക്കുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക നമ്മുടെ ആളുകൾ. എല്ലാവരും കുറച്ച് പേര് വിശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറച്ചൊരു വിശ്രമിക്കുന്നൊക്കെ ഉണ്ട്. ആളുകളൊക്കെ ഇത് ശരിക്കും ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ ആൾ താഴെ വീഴും. കാരണം വെള്ളം ഒഴുകിയുണ്ടല്ലോ, പാറ വളരെ മിനുസപ്പെട്ട് കിടക്കണം, തെന്നി വീഴാനുള്ള സാധ്യതകൾ ഏറെയുണ്ട്. വളരെ ശ്രദ്ധിക്കണം. ഇത് കണ്ട വഞ്ചിയൊക്കെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കണം. എന്തായാലും നല്ലൊരു അനുഭവമാണ്, വന്ന് കാണേണ്ടതാണ്. കൊക്കനക്കല്ല് വന്ന് കാണേണ്ടതാണ്. എന്തായാലും ഇത് കർണാടക തമിഴ്നാട് ബോർഡറായിട്ട് വരും ഏകദേശം. ഇതൊരു വഞ്ചി അവിടെ കിടന്ന് കറങ്ങണതായിട്ട് കാണാം. നല്ല കറങ്ങുന്നുണ്ട്, നമുക്ക് തല കറങ്ങിപ്പോവും. അത്ര സ്പീഡിലാണ് അവർ ആ കൊട്ടവഞ്ചി കിടക്കുന്നത്. കണ്ട അതിലിരിക്കുന്ന ആളുകൾക്ക് തലകറക്കം വരും. അയ്യോ, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടീം അതിന് മുമ്പിലുണ്ട്. എനിക്ക് കൈയോടെ പിടിക്കാം വെള്ളത്തിൽ തൊടാം. അടിപൊളി അടിപൊളി. ഇതാണ് കറക്കൽ പരിപാടി. നമ്മുടെ വഞ്ചികളൊന്നും, മരത്തിൻ്റെ വഞ്ചികൾ നാട്ടിലൊക്കെ ഒന്നും ഇതേപോലെ കറക്കാൻ പറ്റുമോ? ഇത് കൊട്ടവഞ്ചി ആയതുകൊണ്ട് കറക്കാം. അടിപൊളി. ഈശ്വര കണ്ണ് മൂടിയാ തലർക്കം കൂടും. കണ്ണടച്ചിരിക്കരുത്, കണ്ണടച്ച് കഴിഞ്ഞാൽ കണ്ണടച്ച് ഒരാളുണ്ട്. ഇടക്കിടക്ക് പാറയുണ്ട്, കുഴിയുണ്ട്. ഇവിടെ നമ്മള് തിരിച്ചെത്തി.
നമ്മള് തിരിച്ചെത്തി. അപ്പൊ ടീമൊക്കെ കഷ്ടപ്പെട്ടാണ് എഴുതേക്കണേട്ടോ. അത് കണ്ടോ, ഇതൊക്കെ ഒരു അനുഭവമാണ്. ഇതൊക്കെ കണ്ട അമ്മായേ. അങ്ങനെ ഞാനും തിരിച്ചു വന്നു. തിരിച്ചു വരുമെന്ന് വിചാരിച്ചില്ല. അവരുടെ തിരിച്ചു. ഓ മൈ ഗോഡ്. അവിടെ കൊടുക്കണം. ഓ, യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. കൊട്ട വഞ്ചി തുഴഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചു. 1500 പ്ലസ് 1500, 8 പേർക്ക് 3000 രൂപ 20 മിനിറ്റ് കൊണ്ട് വാങ്ങിച്ചെടുത്ത്. നമ്മൾ തിരിച്ചിറങ്ങിയാണ്ട പുറത്തേക്കുള്ള വഴിയിൽ കൂടി ശോകം റോഡിലേക്ക് എത്തി. നമ്മൾ ഒക്കനക്കൽ നിന്നും നമ്മൾ തിരിച്ച് അനന്തപുർക്ക് പോകുന്ന റോഡ് വളരെ മോശമാണ്. കണ്ടില്ലേ, പൊട്ടിപ്പൊളിഞ്ഞ് ഇട റോഡാണ്, പക്ഷേ വളരെ മോശം. വന്ന റോഡുകൾ, നമ്മൾ ഒക്കനക്കലേക്ക് വന്ന റോഡ് സൂപ്പറായിരുന്നു. പോകുന്നത് വളരെ മോശം. 3:30 ആയപ്പോഴുണ്ട് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുന്നത്. എന്താ പറയുക, ട്രിപ്പിൾ ആർ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ഒക്കനക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കാട്ടിൽ കൂടിയാണ് വാഹനം ഓടിച്ച് പോകുന്നത്. അവിടെ നിന്നൊരു 10-75 കിലോമീറ്റർ 80 കിലോമീറ്റർ മേലെ ഓടിയതിന് ശേഷമാണ് നമ്മൾ തമിഴ്നാടിൻ്റെ ഏകദേശം ഒരു ബോർഡറായിട്ട് വരും. ആ ബോർഡറിൽ ട്രിപ്പിൾ ആർ ഹോട്ടലിലാണ് കയറിയിരിക്കുന്നത്. അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ സമയം 3:30 ഫുഡ് കഴിക്കാനുള്ള വിശപ്പിൽ ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഹോട്ടൽ കണ്ടപ്പോൾ എന്തായിരിക്കും, നല്ല ചിക്കൻ ഐറ്റംസ് നോൺ കഴിക്കണമെന്ന് പറഞ്ഞിരിക്കുക. എത്ര നേരം ഞങ്ങൾ ഇന്നലെ തുടങ്ങി വെജായിരുന്നു കഴിച്ചിരുന്നത്, നോൺ കഴിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാർട്ടിയോട് ഇരിപ്പുണ്ട്, അവരെ നമുക്കൊന്ന് കാണാം. ആളില് ഭക്ഷണം വൈകിയാണ് കിട്ടിയെങ്കിലും കുഴപ്പമില്ല, എല്ലാവരും ഹാപ്പിയാണ്. നോക്കിയിട്ട് കാര്യമില്ല, വിശന്നിരിക്കുമ്പോൾ കുറച്ച് പറയാം. വിശന്ന് റോഡിലേക്ക് ചിക്കൻ ഫ്രൈഡ് റൈസാണ് കഴിക്കുന്നത്. നല്ല വിശപ്പാണ്, അതിനൊക്കെ വെച്ചടിക്കുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് നേരെ കർണാടകയിലേക്ക് കയറിയിട്ടാണ്. സേലത്തു നിന്ന് പുറപ്പെട്ട നമ്മൾ കാഴ്ചകളെല്ലാം കണ്ട് അവസാനം നമ്മൾ 4:35 ആയപ്പോഴേക്കും കർണാടക സംസ്ഥാനത്തേക്ക് കയറി. ഇനി കർണാടകയിൽ നിന്നുള്ള യാത്രയാണ്. കർണാടക കയറി ആന്ധ്രയിൽ ചെന്നാണ് ഇന്ന് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ കർണാടകയായിരിക്കും, തുടർന്ന് ആന്ധ്രയായിരിക്കും. ഹലോ, ഞങ്ങൾ അനന്തപുർ ജില്ലയിലേക്കുള്ള യാത്രയിലാണ്. സമയം 8 മണി കഴിഞ്ഞു. ഏകദേശം 10 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലെത്തുള്ളൂ. ആ ഹോട്ടലിലേക്കുള്ള യാത്രയാണ്.
ഇപ്പോൾ ഞങ്ങളൊരു ഓവർ ബ്രിഡ്ജ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആന്ധ്രാപ്രദേശിലേക്കുള്ള യാത്ര. അതായത് നമ്മളിന്ന് തമിഴ്നാട്ടിലെ സേലത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബാംഗ്ലൂർ വഴി ആന്ധ്രയിലേക്ക് കടക്കാൻ പോവുകയാണ്. അത്ര ലോങ് ഓട്ടത്തിലാണ് ഞങ്ങളിപ്പോൾ. രാത്രി വാഹനങ്ങളുടെ തിരക്ക് വളരെ കുറവായതുകൊണ്ട് അത്യാവശ്യം സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. കൂടാതെ വൈകുന്നേരം 4 മണി 5 മണിക്ക് സമയത്തൊക്കെ നമ്മൾ ബാംഗ്ലൂർ ഭാഗത്തായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. അവിടെയൊക്കെ ബ്ലോക്കും റോഡും അല്പം മോശവുമായിരുന്നു. അതുകൊണ്ട് ട്രാഫിക്കും പ്രശ്നമായിരുന്നു. വളരെ സ്ലോവിലാണ് നമ്മൾ ഇങ്ങോട്ട് കടന്നു പോകുന്നത്. അപ്പോൾ ആന്ധ്രയിലേക്ക് എത്താറായി. ഇനിയൊരു 95 കിലോമീറ്ററും കൂടി ഓടിക്കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന അനന്തപൂർ ഹോട്ടലിലെത്തും. ഹോട്ടലൊക്കെ കാണിച്ചു തരാം അവിടെ ചെല്ലുമ്പോൾ. എന്തായാലും 2401 രൂപ 91 പൈസക്ക് നമ്മൾ അടിച്ചപ്പോഴേക്കും നമ്മുടെ നെക്സോൺ വണ്ടി ഫുള്ളായി. കാരണം നമ്മൾ ഇന്ന് താമസിക്കുന്നത് അനന്തപൂർ ജില്ലയിലുള്ള, അതായത് ആന്ധ്രയിലെ അനന്തപൂർ ജില്ലയിലുള്ള അനം ഹോട്ടലിലാണ് താമസം. ആ ഹോട്ടലിലേക്ക് പോകാൻ ഇനി 1 മണിക്കൂറും കൂടി ഓടിയാൽ ഞങ്ങൾ ആ ഹോട്ടലിലെത്തും. ഇവിടുത്തെ പെട്രോളിൻ്റെ വിലയാണ് 102.69. നമ്മൾ സേലത്ത് അടിച്ചിരുന്ന സമയത്ത് 103.84 സേലം പെട്രോളിൻ്റെ വില. പക്ഷേ ഇവിടെ 102.69. കേരളത്തിൽ 107.87 റേറ്റ്. കണ്ട നമ്മുടെ വണ്ടി നെക്സോൺ വണ്ടിയിൽ നമ്മൾ ഫുള്ളടിച്ചിട്ടേക്കാണ്. ഫുള്ളടിച്ചു. അവനെക്കൊണ്ട് ഇത് ഒതുക്കിയിടുകയാണ്. നമ്മുടെ ചേട്ടൻ്റെ വണ്ടി വരുന്നുണ്ട്, ഞങ്ങളുടെ ഹുണ്ടായി വണ്ടി വരുന്നുണ്ട്. ചേട്ടൻ്റെ ഹുണ്ടായി വണ്ടി അതിലും ഫുള്ളടിച്ചിടുകയാണ്. കാരണം നമ്മുടെ അവിടത്തേനൊക്കെ എത്രയോ രൂപയുടെ വ്യത്യാസം ഉണ്ടല്ലോ ഇവിടെ. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഏറ്റവും ചുരുങ്ങിയത് 5 രൂപയുടെ വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മുടെ വണ്ടിയിൽ അടിക്കാണ്ട, നമ്മുടെ ചേട്ടൻ്റെ വണ്ടിയിൽ അടിക്കാണ്. നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. പിന്നെ ബാക്കിയുള്ളവരൊക്കെ യാത്ര ചെയ്ത് ക്ഷീണിച്ച്, നമ്മുടെ ചേച്ചി, അമ്മായി, പിപ്പി എല്ലാവരും ഞങ്ങളുടെ ഒരു മകൻ പോണണ്ട ഇല്ലേ തണുപ്പടിച്ചിട്ട് പുള്ളി സെറ്ററൊക്കെ ഇട്ട് കിടക്കുകയാണ്. ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. വണ്ടി ഓടി നമ്മൾ നിർത്തി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര തണുപ്പാണ്. ഞാനിപ്പോൾ കാണിക്കുന്നത് നേരത്തെ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഫാമിലിനാണ് കേട്ടോ. ചേച്ചിയാണ് ആദ്യം നിൽക്കുന്നത്. പിന്നീട് എൻ്റെ മകൻ ഷാരോൺ, എൻ്റെ പിപ്പി കുട്ടിയാണ്. നിങ്ങളുടെ പിപ്പീസ് വ്ളോഗിൻ്റെ പിപ്പി ഒന്ന് കൈപൊക്കി പിപ്പി. അതാണ് പിപ്പി. അമ്മായി, പിന്നെ ഞങ്ങളുടെ മക്കള് ഉണ്ണിമോൻ, പിന്നെ ശ്രുതി, നമ്മുടെ 2 വണ്ടി. ചേട്ടൻ ഇപ്പോൾ വരോട്ടാ. ചേട്ടൻ ഇപ്പോൾ ഇവിടെ ഇല്ല. ചേട്ടനൊന്ന് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുകയാണ്. ചേട്ടൻ വരുന്നുണ്ട്. ചേട്ടനും കൂടി അതിൽ ചെന്ന് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് നമ്മളുടെ വ്യൂവേഴ്സിന് ഈ ഫോട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടും. കാരണം നല്ല ഭംഗിയുണ്ട്. എല്ലാവരും നല്ല തെളിഞ്ഞ ഫോട്ടോ ഉണ്ട്. അടിപൊളി ഫോട്ടോസാണ്. ഏതായാലും ഈ 8 പേരിൽ ഒരാൾ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇതിനകത്തുണ്ട് കേട്ടോ. എന്തായാലും എല്ലാവരും ഞാൻ കാണിക്കുകയാണ്. ഇവരെല്ലാവരും ഈ 28-ാം തീയതിയാണ് ഞങ്ങൾ അടിച്ച് പിരിയുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഹോട്ടലിലേക്ക് തിരിയുന്നു കേട്ടോ. സമയം എത്രയെന്ന് അറിയാമോ? 11:37. ലെഫ്റ്റ് തിരിഞ്ഞോ? ആം ഹോട്ടൽ നമ്മുടെ ഹോട്ടലിലെത്തി. നമ്മുടെ ഹോട്ടലാണ് ഈ കാണുന്നത്. നമ്മൾ ബുക്ക് ചെയ്തത്. നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തി. ഇത് തന്നെ സംഭവം. ഇതാണ് നമ്മുടെ ഹോട്ടൽ കേട്ടോ. നമ്മളിന്ന് താമസിക്കുന്ന ഹോട്ടലിൽ സമയം 11:37 ആയിട്ടാവും നമ്മളിവിടെ എത്തിയപ്പോൾ. ഇത് തന്നെ സ്ഥലം. ഹലോ, നമ്മൾ നമ്മുടെ റൂമിലെത്തി കേട്ടോ. നമ്മുടെ യാത്രയെല്ലാം കഴിഞ്ഞ്, നീണ്ട യാത്ര കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി. റൂമൊക്കെ ഒന്ന് കണ്ട നല്ലൊരു റൂമാണ്, അടിപൊളിയാണ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ബുക്ക് ചെയ്തപ്പോൾ തന്നെ ഞങ്ങളിതൊക്കെ കണ്ടതാണ്. അതുപോലെ സെയിം റൂം തന്നെ കിട്ടി. ഇത് നമ്മുടെ ബാത്റൂമാണ്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഹീറ്ററൊക്കെ ഉണ്ട്.
പിന്നെ യാത്ര ഇത്തിരി ദുരിതം നിറഞ്ഞതായിരുന്നു. കാരണം ഒരുപാട് യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് മണിക്കൂറുകൾ കഴിഞ്ഞാണ് നമ്മളിവിടെ എത്തിയത്. നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ ഒരുപാട് നേരത്തെ എത്തുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ 9 മണിക്ക് എത്തുമെന്ന് പറഞ്ഞാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. പക്ഷേ എത്തിയത് ഏകദേശം ഒരു 11:50 ആയപ്പോഴാണ് എത്തിയത്. എന്തായാലും ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇനിയും പറയാനുള്ളത്, ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോസ്, ഫസ്റ്റ് വീഡിയോസ്, ഇത് സെക്കൻഡാണ്. ഫസ്റ്റ് വീഡിയോസ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പിപ്പീസ് വ്ളോഗിലുണ്ട്. അത് കാണുക, അത് കണ്ട് കമൻറ്റ്സ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് ലിങ്ക് ഓപ്പൺ ചെയ്ത് കാണണം. ഒരുപാട് വീഡിയോസ് ഞങ്ങൾ അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാണണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാവരും കമൻറ്റ്സ് വേണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ടയേർഡാണ്, അതുകൊണ്ട് വീഡിയോ എനിക്ക് നീട്ടുന്നില്ല, ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.